എല്ലാവർക്കും ട്രാവൽ വൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഒരല്പം കായൽ കാഴ്ചകളുടെ പൊളപ്പം വൈബ് ആസ്വദിക്കാനും നാടൻ ഷാപ്പ് ഫുഡ് അടിക്കാനും കുറച്ച് നൊസ്റ്റാൾജിക് വൈബ് അടിക്കാനും ഒക്കെ ഒരു കിട്ടില സ്ഥലം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, തിരുവനന്തപുരത്തിൻ്റെ മിനി കുട്ടനാട് എന്നറിയപ്പെടുന്ന വെള്ളായണിയിലെത്തിയാൽ മതി. നമുക്ക് വേണ്ട എല്ലാ സുന്ദര കാഴ്ചകളും നൽകുന്ന വെള്ളായണി കായലിൻ്റെയും പുഞ്ചക്കരി ഷാപ്പിൻ്റെയും കിരീടം പാലത്തിൻ്റെയും ഒക്കെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് വെള്ളായണിയിൽ എത്താൻ സാധിക്കും. കാർഷിക കോളേജ്, കായൽക്കര എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ബസ്സുകൾ ഇഷ്ടം പോലെ നമുക്ക് കിഴക്കേക്കോട്ടയിൽ നിന്ന് കിട്ടും. ആ ബസ്സുകൾക്ക് കയറിയാൽ നമുക്ക് ഡയറക്റ്റായിട്ട് വെള്ളായണിയിൽ ഇറങ്ങാൻ സാധിക്കും. വെള്ളായണി ജംഗ്ഷനിലെത്തിയാൽ ആദ്യം കാണാൻ സാധിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജാണ്. പക്ഷേ ഈ ക്യാമ്പസിൻ്റെ ഉള്ളിലോട്ടൊക്കെ പ്രവേശിക്കണ രാവിലെ 9 മണിക്ക് വന്ന് ടോക്കൺ എടുക്കണമെന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. ടോക്കൺ എടുത്ത് കാർഷിക കോളേജിൻ്റെ ക്യാമ്പസ് കാണാൻ നിന്നാൽ പുഞ്ചക്കരിയിൽ എത്തുമ്പോൾ നല്ല പൊരി വെയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ക്യാമ്പസ് ഒഴിവാക്കി പിടിക്കുന്നതാണ് നല്ലത്. ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ നടന്നാലും നമുക്ക് വെള്ളായണി ലേക്കിലെത്താൻ സാധിക്കും. കിഴക്കേക്കോട്ടയിൽ നിന്ന് കായൽക്കര ബസ്സിലാണ് വരുന്നതെങ്കിൽ നേരെ ഈ ലേക്കിൻ്റെ മുമ്പിൽ വന്നിറങ്ങാൻ സാധിക്കും. ഈ ലേക്കിൻ്റെ നടുവിലൂടെയുള്ള കാക്കാമൂല ബണ്ട് റോഡിൻ്റെ പാലം പണി നടക്കുന്നതുകൊണ്ട് വഴിയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വഴിയുടെ സൈഡിൽ കൂടെ നടന്നു കയറിയാൽ ലേക്കിൻ്റെ മനോഹര കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. താമരപ്പൂക്കൾക്ക് പേരുകേട്ട വെള്ളായണിക്കായലിൻ്റെ സൗന്ദര്യം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ കായൽ കാഴ്ചകളുടെ ഭംഗി ആസ്വദിക്കാൻ നേരത്തെ ഒരുപാട് സഞ്ചാരികൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പാലമ്പണിയൊക്കെ തുടങ്ങിയോടുകൂടി ഇതിൻ്റെ നടുവിൽ മൊത്തം പൊളിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ വരവൊക്കെ തീരെ കുറവാണ്. എങ്കിൽ പോലും ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്ന് നമുക്ക് കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും. പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ മീൻപിടുത്തവും മീൻ വിൽപ്പനയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പാലമ്പണി തുടങ്ങിയോടെ അതെല്ലാം ഡിമ്മായി കിടക്കുകയാണ്. പാലമ്പണി തീരാൻ ഏകദേശം ഒരു 3 വർഷമൊക്കെ എടുക്കുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. എന്തായാലും അതുവരെ ടൂറിസത്തിൻ്റെ കാര്യമൊക്കെ കണക്കായിരിക്കും. ഈ ടൂറിസമൊക്കെ ഡിമ്മാണെങ്കിൽ പോലും സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുടെ സ്മരണാർത്ഥം ഇവിടെ വള്ളംകളിയൊക്കെ നടത്താറുണ്ട്. അത് ഈ വർഷം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഇപ്പോൾ ടൂറിസം ആക്ടിവിറ്റീസ് ഒക്കെ ഡിമ്മാണെങ്കിൽ പോലും ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള പുഞ്ചക്കരി എന്തായാലും ശരിക്കും ഓണാണ്. അവിടുത്തെ ടൂറിസം ആക്ടിവിറ്റീസ് ഇപ്പോൾ നല്ല ലൈം ലൈറ്റ് നിൽക്കുകയാണ്. കായൽക്കരയിൽ നിന്നും വണ്ടിത്തടം എന്ന സ്ഥലത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് ബസ് കിട്ടും. അവിടെ നിന്ന് പുഞ്ചക്കരിയിലേക്ക് ബസ്സിനോ ഓട്ടോയ്ക്കോ ഒക്കെ എത്താവുന്നതാണ്. പുഞ്ചക്കരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം പുഞ്ചക്കരി ഷാപ്പാണ്. തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട ഫുഡ് സ്പോട്ടായിട്ട് ഇപ്പോൾ പുഞ്ചക്കരി ഷാപ്പ് മാറിക്കഴിഞ്ഞു. പുഞ്ചക്കരി ജംഗ്ഷനിൽ തന്നെയാണ് പുഞ്ചക്കരി ഷാപ്പ്. തടാകത്തിൻ്റെ നടുവിൽ ചെറിയ ചെറിയ കോട്ടേജുകളൊക്കെ ആയി പണിതുയർത്തിയിരിക്കുന്ന പുഞ്ചക്കരി ഷാപ്പിൻ്റെ പകരം വെക്കാനില്ലാത്ത ആംബിയൻസ് ഒന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഫാമിലിക്കായിട്ട് പ്രത്യേക കോട്ടേജുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുടുംബമായിട്ട് വന്നാലും സമാധാനപരമായിട്ട് സീനില്ലാതെ കഴിച്ചിട്ട് പോകാൻ കഴിയും. ഷാപ്പിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നൽകുന്ന ഒരു എലഗൻറ്റ് ഫീല് വന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇവിടെ കള്ളടിക്കാനല്ലാതെ ഒരുപാട് പേര് ഫുഡ് അടിക്കാൻ മാത്രമായിട്ട് എത്താറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരികൾക്കിടയിൽ പുഞ്ചക്കരി ഫേമസ് ആയി മാറിയത്. പുഞ്ചക്കരി ഷാപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റം ഇവിടുത്തെ സ്പെഷ്യൽ തലക്കറിയും കപ്പയുമാണ്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഇവിടെ വന്ന് ഫുഡ് തട്ടിയിട്ട് പോകാവുന്നതാണ്. എന്നാൽ തലക്കറി കിട്ടാൻ രാവിലെ തന്നെ എത്തുന്നതാണ് നല്ലത്. തലക്കറിക്ക് നല്ല ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ ഉച്ചയാകുമ്പോൾ തീർന്നു പോകാൻ സാധ്യതയുണ്ട്. കപ്പയും നെയ്മീനിൻ്റെ തലക്കറിയും പൊറോട്ടയും ബീഫ് പെരട്ടനും ഒക്കെ ഇവിടെ വന്നാൽ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. 200 രൂപയാണ് തലക്കറിയുടെ ചാർജ്. ഒരാൾക്കൊരു 300 രൂപ കണക്കിലൊക്കെ ബഡ്ജറ്റ് ഇട്ട് വന്നാൽ 2-3 പേരുണ്ടെങ്കിൽ ഈ ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്തിട്ട് പോകാവുന്നതാണ്. മുയൽ ഫ്രൈയും കരിമീനും ഒക്കെ ഇവിടുത്തെ മറ്റ് സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ഇവിടുത്തെ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന മീൻ റിക്വസ്റ്റ് അനുസരിച്ച് അപ്പം തന്നെ വറുത്ത് തരുന്നതാണ്. എന്തായാലും ഇവിടെ എത്തുമ്പോൾ പുഞ്ചക്കരി ഷാപ്പ് ഒരിക്കലും മിസ് ചെയ്തേക്കരുത്. ഈ ഷാപ്പിലെ ഫുഡൊക്കെ ട്രൈ ചെയ്ത ശേഷം പുഞ്ചക്കരി ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കിടക്കുന്ന വഴിയിലൂടെ നടന്നാൽ പുഞ്ചക്കരിയുടെ പാടശേഖരങ്ങളും ഗ്രാമീണ കാഴ്ചകളും ഒക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയും. മാംഗളിക്കരി പാടശേഖരമൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പാടശേഖരം. ചെറിയ താമരപ്പൂക്കൾ ഈ പോകുന്ന വഴിയുടെ സൈഡിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഇഷ്ടം പോലെ കാണാൻ കഴിയും. ലേക്ക് ഭാഗത്തേക്കാൾ കൂടുതൽ താമരപ്പാടങ്ങൾ ഇവിടെയാണ് കാണാൻ കഴിയുക. അടിപൊളി ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകളും സീരിയലുകളും ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായ കിരീടത്തിലെ കുറേ സീനുകളും കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി എന്ന പാട്ടുമൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. കിരീടത്തിലെ സെന്റിമെന്റ് സീനുകളൊക്കെ ചിത്രീകരിച്ച് കിരീടം പാലം ഈ വഴിയിൽ തന്നെ കാണാൻ കഴിയും. ഇവിടെ എത്തുമ്പോൾ ലാലേട്ടനെയും തിലകൻ ചേട്ടനെയും കിരീടത്തിലെ നൊസ്റ്റാൾജി സീനുകളും ഒക്കെ ശരിക്കും ഓർത്തു പോകും. ചെറിയൊരു പാലമാണ്, എന്നാൽ പോലും ആ പാലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനും നൊസ്റ്റാൾജിക് ഫീൽ അറിയാനും ഒക്കെ ഒരുപാട് പേര് കിരീടം പാലം തേടി ഇവിടെ എത്താറുണ്ട്. ഈ പാലത്തിൽ നിന്നുള്ള ഈ പാടശേഖരങ്ങളുടെ കാഴ്ചയും സൂപ്പർബാണ്. ഇവിടെ പരമാവധി രാവിലെ ഒരു 9 മണിക്ക് മുമ്പോ വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷമോ ഒക്കെ വരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നല്ല പൊരി വെയിലായിരിക്കും. ഇവിടെ പോകുന്ന വഴിയിലെ മരങ്ങൾ തീരെയില്ല. എങ്കിൽ പോലും ഈ പാടശേഖരങ്ങളുടെ കാഴ്ചയൊക്കെ അടിപൊളിയാണ്. ഈ പോകുന്ന വഴിയിൽ വിശ്രമിക്കാൻ ഇതേപോലെ ഇരിപ്പിടങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഇരുന്ന് വിശ്രമിക്കുകയും കാഴ്ചകൾ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യാം. എന്നാൽ നല്ല വെയിലാണെങ്കിൽ ഇവിടെ ഇരിക്കാനൊക്കെ ഭയങ്കര സീനായിരിക്കും. അതുകൊണ്ട് ഒന്നെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ വരുന്നതാണ് ഇവിടെ കാഴ്ചകൾ ആസ്വദിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം.
ഇവിടെ മൊത്തം ഫോട്ടോഗ്രാഫർമാരുടെ ബഹളമാണ്. ഒരുപാട് ഫോട്ടോഗ്രാഫർമാരും അതേപോലെ തന്നെ പക്ഷി നിരീക്ഷകരും എപ്പോഴും പുഞ്ചക്കരിയിൽ എത്താറുണ്ട്. കുമരകത്തിന്റെ ബേഡ് സാഞ്ചുറിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പക്ഷികളെ ഇവിടെ വന്നാൽ നമുക്ക് ശരിക്കും കാണാൻ കഴിയും. ഒരുപാട് മൈഗ്രേറ്ററി ബേഡ് സീസൺ ആകുമ്പോൾ ഇവിടെ എത്താറുണ്ടെന്നാണ് പക്ഷി നിരീക്ഷകർ പറയുന്നത്. പുഞ്ചക്കരിയിലെ ഗ്രാമീണ കാഴ്ചകളൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ പാടശേഖരങ്ങളുടെ അപ്പുറത്ത് ഒരുപാട് കൃഷികളൊക്കെ കാണാൻ കഴിയും. പ്രധാനമായിട്ട് തെങ്ങിൻ തോപ്പുകളും വാഴക്കൃഷിയും അതേപോലെ തന്നെ ചീരകൃഷിയും ഒക്കെയാണ് കാണാൻ കഴിയുക. ഈ ഗ്രാമീണ കാഴ്ചകളുടെ ഭംഗി തന്നെയാണ് കൂടുതലായും സഞ്ചാരികളെ പുഞ്ചക്കരിയിലേക്ക് അടുപ്പിക്കുന്നത്. ഇവിടുത്തെ വേറൊരു പ്രധാനപ്പെട്ട കാഴ്ച താറാവ് കൃഷിയാണ്. കുട്ടനാട്ടിലൊക്കെ കാണുന്ന പോലെ ഈ തടാകത്തിൽ ഒരുപാട് താറാവുകൾ ആസ്വദിച്ച് അറമാദിക്കുന്നത് കാണാൻ കഴിയും. അവരുടെ നീന്തലും ഭംഗിയും ഒക്കെ ആസ്വദിച്ച് നമുക്ക് കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്കമിംഗ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ കിരീടം പാലത്തിനോട് ചേർന്ന ഭാഗങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ നടപടിയെടുത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ പുഞ്ചക്കരി സംസ്ഥാന ടൂറിസത്തിന്റെ ഒരു പ്രധാന ഭാഗമാകുമെന്ന് മന്ത്രി ഈയിടെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പുഞ്ചക്കരിയുടെ വികസനം ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. പുഞ്ചക്കരിയുടെ ഈ നെൽവയൽ അനുഭവം നേരിട്ടറിയുവാനും പുഞ്ചക്കരി ഷാപ്പിലെ ഗംഭീര ഫുഡ് ആസ്വദിക്കാനും കിരീടം പാലത്തിന്റെ ഗ്രാമീണ കാഴ്ചകൾ ആസ്വദിക്കാനും വെള്ളായണി തടാകത്തിന്റെ വൈബ് എക്സ്പ്ലോർ ചെയ്യാനും ഒരു ദിവസം വേണമെങ്കിൽ ഫാമിലിയുമായിട്ടൊക്കെ വൈകുന്നേരം പുഞ്ചക്കരിയിലും വെള്ളായണിയിലും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.